സഹോദരന്മാരെ, ദ ലാൻഡ് ഓഫ് മോസസ് ഇൻ സൗദി അറേബ്യ എന്ന ഞങ്ങളുടെ ദൃശ്യ പരമ്പരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈജിപ്തിനെ ബാധിച്ച കഠിന ബാധകൾ നിമിത്തം മനസ്സില്ലാ മനസ്സോടെ 430 വർഷത്തെ പ്രവാസത്തിന് ശേഷം ഇസ്രായേൽ ജനത്തിന് രാജാവ് സ്വാതന്ത്ര്യം അനുവദിച്ചു. അങ്ങനെ മോശയുടെ നേതൃത്വത്തിൽ ഏതാണ്ട് BC 1447 അവർ കനാൻ ദേശത്തേക്ക്, ഇന്ന് നമ്മൾ വിളിക്കുന്ന ഇസ്രായേലിലേക്ക് കാൽനടയായി പുറപ്പെട്ടു. പുരുഷന്മാർ മാത്രം 6 ലക്ഷത്തോളം ഉണ്ടായിരുന്നു. ഈജിപ്തിൽ നിന്ന് ചെങ്കടൽ കടന്ന് എങ്ങനെയാണ് സൗദി അറേബ്യയിൽ എത്തിച്ചേർന്നത് എന്നാണ് ഇന്ന് നിങ്ങൾ കാണുവാനും കേൾക്കുവാനും പോകുന്നത്. കനാൻ ദേശത്ത് പോകുവാൻ ചെങ്കടൽ തീരത്തിലേക്കുള്ള മാർഗമാണ് ദൈവം നിർദ്ദേശിച്ചത്. ചെങ്കടലിൽ നീ അങ്ങ് പാത തെളിച്ചു, മരുവിൽ മക്കൾക്ക് മഞ്ഞ പൊഴിച്ചു, മേഘത്തണലായി ഇരുളിൽ സ്നേഹനാളമായി സീനായ് മാമലമുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേകി. നിങ്ങൾ ഈ കാണുന്നത് ചെങ്കടലാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകം 14 1 മുതൽ 2 വരെ വായിക്കുമ്പോൾ യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചതെന്തെന്നാൽ, നിങ്ങൾ തിരിഞ്ഞു മിഗ്ദോലിനും കടലിനും മധ്യേ ബാൽസെഫോന് സമീപത്തുള്ള പീഹഹിരോത്തിനരികെ പാളയം ഇറങ്ങണമെന്നു ഇസ്രായേൽ മക്കളോട് പറക. അതിൻ്റെ സമീപത്തു സമുദ്രത്തിനരികെ നിങ്ങൾ പാളയം ഇറങ്ങണം. ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം സുക്കോത്തിൽ നിന്നും യാത്ര പുറപ്പെട്ട് മരുഭൂമിയിൽ ഏതാൻ എന്ന സ്ഥലത്തെത്തുകയും അവിടെ നിന്ന് വീണ്ടും തിരിഞ്ഞ് മിഗ്ദോലിനും ചെങ്കടലിനും മധ്യേയുള്ള പിഹാഹോരതിൽ ക്യാമ്പ് ചെയ്തു. എന്നാൽ ഇസ്രായേൽ ജനങ്ങൾ മരുഭൂമിയിൽ പോയി ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം അവർ ചെങ്കടൽ തീരത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാകുന്നു എന്നുള്ള വിവരം രാജാവ് അറിഞ്ഞു. ഇസ്രായേൽ ജനത്തെ നമ്മുടെ അടിമവേലയിൽ നിന്നും വിട്ടയച്ചത് തെറ്റായിപ്പോയി എന്ന് ചിന്തിച്ച രാജാവ് നേരിട്ട് ആക്രമണ സേനയ്ക്ക് നേതൃത്വം നൽകി. രാജാവ് തന്റെ പട്ടാള സേനയെ വരുത്തി രഥങ്ങളും കുതിരച്ചേവകളും പടനായകന്മാർ തുടങ്ങിയ വലിയൊരു കൂട്ടം അവരെ മടക്കിക്കൊണ്ടുവരുവാൻ വേണ്ടി അവരുടെ പിന്നാലെ പുറപ്പെട്ടു. എന്നാൽ കടലിനരികെ പാളയമിറങ്ങിയ ജനങ്ങൾക്ക് ദൂരത്ത് നിന്ന് കാണുവാൻ സാധിച്ചു രാജാവിന്റെ രഥങ്ങളെയും മിന്നിപ്പായുന്ന പടച്ചട്ടകളെയും. രാജാവിന്റെ സൈന്യം തങ്ങളെ പിന്തുടരുന്നു എന്ന് മനസ്സിലാക്കിയ ജനങ്ങൾ ഭയപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു. മറ്റു ചിലർ മോശയോട് വഴക്കുണ്ടാക്കി. അത്ഭുതങ്ങൾ കൂടി ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുന്നത് ഇസ്രായേൽ ജനം കണ്ടു. എങ്കിലും അവർ ദൈവത്തിൽ വിശ്വസിച്ചില്ല. അത്ഭുതങ്ങൾ കണ്ട് അവരുടെ കണ്ണുകൾ വിസ്മയിച്ചുവെങ്കിലും അത് അവരുടെ ഹൃദയമാറ്റത്തിനായിട്ട് ഇടയെ തീർന്നില്ല. എന്നാൽ മോശ അവരോട് പറഞ്ഞത്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷയെ കണ്ടുകൊള്ളുവീൻ. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമ്യരെ നിങ്ങൾ ഇനി ഒരു നാളും കാണുകയില്ല. അവർ 20 വർഷം പർവ്വതങ്ങളാലും മുന്നിൽ കടലും പിന്നിൽ ശത്രുക്കളാലും ചുറ്റപ്പെട്ടിരുന്നു. ദൈവം മോശയോട് പറഞ്ഞു, വടിയെടുത്ത് നിന്റെ കൈ കടൽമേൽ നീട്ടി അതിനെ വിഭാഗിക്ക. ഇസ്രായേൽ ജനം കടലിന്റെ നടുവിലുള്ള ഉണങ്ങിയ നിലത്തുകൂടെ കടന്നുപോകും. മോശ കടൽമേൽ വടി നീട്ടിയപ്പോൾ വെള്ളം 2ആയി വിഭാഗിച്ചു. കടലിന്റെ നടുവിലുള്ള ഉണങ്ങിയ നിലത്തുകൂടെ അവർ കടന്നുപോയി. അവരുടെ ഇടത്തും വലത്തും വെള്ളം മതിൽ പോലെ നിന്നു. രാത്രി മുഴുവനും ഈജിപ്തിലെ രാജാവിന്റെ സൈന്യവും ഇസ്രായേലിന്റെ സൈന്യവും തമ്മിൽ അടുക്കാത്തവണ്ണം ദൈവത്തിന്റെ ദൂതൻ അവരുടെ പിന്നാലെ നടന്നു. മിസ്രൈമ്യർ പിന്തുടർന്നു. ഫറവോന്റെ കുതിരയും രഥങ്ങളും കുതിരപ്പടയും എല്ലാം അവരുടെ പിന്നാലെ കടലിൻ്റെ നടുവിലേക്ക് ചെന്നു. പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘസ്തംഭത്തിൽ നിന്നും മിസ്രൈമ്യ സൈന്യത്തെ നോക്കി അവരെ താറുമാറാക്കി.
നിഗൂഢത നിറഞ്ഞ മേഘം അഗ്നിസ്തംഭമായി മാറുന്നത് അവരുടെ കണ്ണുകളെ അതിശയിപ്പിച്ചു. വലിയ ഇടിമുഴക്കമുണ്ടായി, മിന്നൽ മിന്നിമറഞ്ഞു, മേഘങ്ങൾ വെള്ളം ചൊരിഞ്ഞു, ആകാശം നാദം മുഴങ്ങി. നിന്റെ അസ്ത്രങ്ങൾ പരക്കെ പറന്നു, നിന്റെ ഇടിമുഴക്ക ചുഴലിക്കാറ്റിൽ മുഴങ്ങി. മിന്നലുകൾ ഭൂതലത്തെ പ്രകാശിപ്പിച്ചു, ഭൂമി കുലുങ്ങി നടുങ്ങിപ്പോയി. മിസ്രൈമ്യർക്ക് വലിയ ആശയക്കുഴപ്പവും സംരംഭവും പിടിക്കപ്പെട്ടു. പ്രകൃതിശക്തിയുടെ ക്രോധത്തിനു മധ്യേ അവർ കോപാകുലനായ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു ഭയപ്പെട്ടു. വേഗം മടങ്ങിപ്പോകുവാൻ കാലടി വെക്കുമ്പോൾ മോശ കടലിന്മേൽ വടി നീട്ടി. അപ്പോൾ സംഭരിച്ചു വെച്ചിരുന്ന വെള്ളം ഇരച്ചു കയറി രാജാവിൻ്റെ സൈന്യങ്ങളെയും രഥങ്ങളെയും കുതിരപ്പടയെ മുക്കിക്കളഞ്ഞു. BC 1447 പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് ഇസ്രായേൽ എന്ന ഒരു രാഷ്ട്രം സ്ഥാപിക്കുവാൻ ഈജിപ്തിൽ നിന്നും പുറപ്പെട്ട യാത്രയുടെ പശ്ചാത്തലമാണ് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞ കഥ. ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രത്തിൽ നിന്നും മായ്ച്ചു കളയുവാൻ സാധിക്കാത്ത ഒരു സത്യമാണ് ഇത്. ഇതൊരു വെറും കഥയല്ല. കൂടുതൽ അറിയുവാൻ ക്രിസ്ത്യൻ ആർക്കിയോളജിസ്റ്റായ റോൺ വയറ്റിന്റെ എക്സഡസ് റൂട്ട് കാണുക. എല്ലാവിധ ആർക്കിയോളജിക്കൽ എവിഡൻസോടും കൂടിയ റിപ്പോർട്ടുകൾ യൂട്യൂബ് ചാനലുകളിൽ കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ചെങ്കടൽ കടന്ന് അവർ എത്തിച്ചേർന്ന ശൂന്യവും വിജനവുമായ ഷൂർ മരുഭൂമിയെക്കുറിച്ചും ദാഹിച്ച് നിലവിളിച്ചപ്പോൾ മാറയിലെ കൈപ്പുള്ള വെള്ളം മധുരമാക്കി മാറ്റി കുടിപ്പാൻ കൊടുത്ത അത്ഭുത പ്രവൃത്തിയെക്കുറിച്ച് കേൾക്കുവാനും ആ യഥാർത്ഥമായ സ്ഥലങ്ങൾ കാണുവാനും ഞങ്ങളുടെ അടുത്ത വീഡിയോ കാണുവാൻ മറക്കരുത്.